അമേരിക്കയിലെ ഇന്ധന വിതരണ ശൃംഖലയെ ലക്ഷ്യമിട്ട് വൻ സൈബർ ആക്രമണം നടന്നിരിക്കുകയാണ്. ഒന്നിലധികം സംസ്ഥാനങ്ങളിലെ പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിലാണ് ഹാക്കിംഗ് നടന്നിരിക്കുന്നത്. അമേരിക്കയുടെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടന്ന ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ ഇറാനിയൻ ഹാക്കർമാരാണെന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. അമേരിക്കയിലെ പെട്രോൾ പമ്പുകളിലെ സ്റ്റോറേജ് ടാങ്ക് അളവ് നിരീക്ഷിക്കുന്ന ഓട്ടോമാറ്റിക് ടാങ്ക് ഗേജ് അഥവാ ATG സിസ്റ്റങ്ങളിലാണ് ഹാക്കർമാർ നുഴഞ്ഞുകയറിയത്. ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരുന്ന ഈ സിസ്റ്റങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരു പാസ്വേഡ് സുരക്ഷ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വീഴ്ച. പാസ്വേഡ് ഇല്ലാത്ത ഇത്തരം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ശൃംഖലകളിലേക്ക് അതിക്രമിച്ച് കയറിയ ഹാക്കർമാർ ഈ സിസ്റ്റത്തിലെ ഡിസ്പ്ലേ റീഡിങ്ങുകളിൽ വ്യാപകമായി കൃത്രിമം കാണിച്ചു. എന്നാൽ ടാങ്കുകളിലെ യഥാർത്ഥ ഇന്ധന അളവിനെ മാറ്റുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഹാക്കിംഗ് കാരണം ഇതുവരെ മറ്റു നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ സൈബർ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പുകൾ വളരെ ഗൗരവമുള്ളതാണ്. ATG സിസ്റ്റത്തിന്റെ നിയന്ത്രണം ലഭിക്കുന്ന ഒരു ഹാക്കർക്ക് ഭാവിയിൽ വലിയൊരു ഇന്ധന ചോർച്ചയോ അല്ലെങ്കിൽ വാതക ചോർച്ചയോ ഉണ്ടായാൽ അത് സിസ്റ്റത്തിൽ കണ്ടെത്താനാവാത്ത വിധം മറച്ചുവെക്കുവാൻ സാധിക്കും. ഇത് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഗ്യാസ് ടാങ്ക് സിസ്റ്റങ്ങളെ ലക്ഷ്യമിട്ട് മുമ്പും ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ അവരെ പ്രധാന സംശയനിഴലിൽ നിർത്തുന്നത്. എന്നാൽ ഹാക്കർമാർ സിസ്റ്റത്തിൽ ഫോറൻസിക് തെളിവുകളൊന്നും അവശേഷിപ്പിക്കാത്തതിനാൽ ഇതിന് പിന്നിൽ കൃത്യമായി ആരാണെന്ന് കണ്ടെത്തുക അമേരിക്കൻ സർക്കാരിന് വലിയ വെല്ലുവിളിയാകുമെന്ന് യാതൊരു സംശയവും വേണ്ട. സംഭവത്തിൽ US സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി ഏജൻസി അല്ലെങ്കിൽ CISA അതുപോലെ അന്വേഷണ ഏജൻസിയായ FBI എന്നിവരൊന്നും പ്രതികരിക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാനുമായി നേരിട്ടുള്ള സംഘർഷങ്ങൾ തുടരുന്ന അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സൈബർ ആക്രമണം എന്നത് ശ്രദ്ധേയമാണ്. ഇതിൽ ഇറാന്റെ പങ്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടാൽ അത് അമേരിക്കൻ മണ്ണിൽ ഇറാൻ നടത്തുന്ന ഏറ്റവും വലിയ ഇടപെടലായി മാറും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.